തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റ് 3030 കോടി രൂപയുടെ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ 112 കോടി രൂപ മാത്രമാണ് അധിക വിഭവ സമാഹരണം. സംസ്ഥാന ബജറ്റിലെ നിർണായക വിവരങ്ങൾ ചോർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു. നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വൻകിട വ്യവസായികളെ സഹായിക്കുന്നതാണ് ബജറ്റെന്നും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ബജറ്റ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബഡ്ജറ്റിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ധനകാര്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്, ഒപ്പം PC വിഷ്ണുനാഥ് MLA-യും ചേരുന്നു. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ എന്തായാലും ബഡ്ജറ്റിൻ്റെ അവതരണം കഴിഞ്ഞുള്ള കുറച്ച് മണിക്കൂറുകൾ കൂടി ആയിരിക്കുന്നു. പല ചർച്ചകളിലും അങ്ങ് തിരക്കിലായിരുന്നു എന്നറിയാം. എന്നാലും ഇതിനകം കൂടുതൽ ബഡ്ജറ്റിനെ അടുത്തേക്ക് അറിഞ്ഞിട്ടുണ്ടാകും. ഈ ബഡ്ജറ്റിൻ്റെ പ്രസക്തി എന്ത് ഈ അവസാന വർഷം എന്നുള്ളത് രാഷ്ട്രീയമായി ഒരുപക്ഷെ ചർച്ച ചെയ്തപ്പെട്ടേക്കാം. പക്ഷേ അങ്ങ് ഇപ്പോൾ കൂടുതൽ അടുത്തറിയുന്ന ഈ ബഡ്ജറ്റ് ഇപ്പോൾ എങ്ങനെയാണ്? ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ്. ശരിക്കുള്ള ബഡ്ജറ്റ് അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നതാണ്. എങ്കിലും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുക, ഇതിനൊക്കെ ഒരു വേദിയായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിന് അങ്ങനെ ഒരു ഇലക്ഷൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു പതനത്തിൽ പോലും അല്ല. അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്, വലിയ കമ്മിയാണ്, വരുമാനം വേണ്ടത്രയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2014-15 ഇതുവരെയും സർക്കാർ അങ്ങനെയൊന്നുമല്ല, 80% ചിലവെന്നൊക്കെ പ്ലാനിംഗ് ബോർഡ് മെമ്പർമാരൊക്കെ വാദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം C&G റിപ്പോർട്ട് വന്നിട്ടുണ്ട്, 61% മാത്രമാണ് ചിലവ്. യഥാർത്ഥത്തിൽ അത്ര പോലും വരില്ല. കാരണം പണം എടുത്ത് ട്രഷറി പാർക്ക് ചെയ്തിട്ടുള്ള അടക്കമാണ് ഈ 61%. നടപ്പ് വർഷത്തിലോ ഇപ്പോൾ 28% പദ്ധതി ചിലവ് ആക്ച്വലായിട്ട് ട്രഷറി നിന്ന് പിൻവലിച്ചിട്ടുള്ളത്. ഇനി തലകുത്തി നിന്നിട്ടുണ്ടെങ്കിൽ 50-അപ്പുറം പോവില്ല. 1.5 മാസമല്ലേ ഉണ്ട്. അപ്പോൾ ഈ വലിയ വികസനമൊക്കെ പറയുന്ന കക്ഷികൾ 2 വർഷം തുടർച്ചയായിട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വരിക പാതി പ്രഖ്യാപിച്ചതിൻ്റെ പാതി മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന സർക്കാരാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴ ഇപ്പോൾ നടത്തുന്നത്. എന്നാലും കണക്കൊപ്പിക്കണമല്ലോ. ഞാനതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് പോലെ ഈ തിരക്കിനിടയിലും ഇതെങ്ങനെ ഒപ്പിച്ച് ഇത്രയും വലിയൊരു പദ്ധതി എന്നിങ്ങനെ നോക്കി ഇപ്പോഴും എനിക്ക് തിട്ടം പിടികിട്ടിയിട്ടില്ല. പക്ഷേ വളരെ വിചിത്രമായ കണക്കുകളാണ്. ഇത് തടിയം പുസ്തകമാണ് ഈ പഞ്ചവത്സര പദ്ധതി ഈ വർഷത്തെ. അതിൽ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതിക്കുള്ള പണം 24,000 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുണ്ട്. ആ 24,000 കോടി രൂപയിൽ ആദ്യത്തെ ഇനോട്ട് പറയുന്ന ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ, നിലവിലുള്ള വരുമാനത്തിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി ബാലൻസ് വെക്കാൻ പറ്റുന്നത് -3,319 കോടി രൂപയാണ്. ഒന്നും ബാക്കിയില്ല. കടം മേടിക്കുന്നതിന് ഇത്രയും കൂടെ ആദ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആണ് സ്ഥിതി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് സർക്കാരിൻ്റെ ബഡ്ജറ്റ് അക്കൗണ്ടാണ്, വരവ് ചെലവ് കണക്ക്. അതിൽ ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ 997 കോടി രൂപ മൈനസ്. ഒരു സ്ഥലത്ത് 3,000 ചില്ലാനം കോടി രൂപ, വേറെ സ്ഥലത്ത് 997 കോടി രൂപ. അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് വളരെ നേരത്തെ തീരുമാനിക്കുന്നതാണ്, ബഡ്ജറ്റ് ഏകദേശം തയ്യാറാക്കുമ്പോഴല്ല, പ്ലാൻ അംഗീകരിക്കുമ്പോൾ വെക്കുന്നതാണ്. പക്ഷേ ഇത് തമ്മിൽ ആരും ബന്ധമില്ലല്ലോ. ഇത് അത്ര വലിയ സാമ്പത്തികമായ ജനങ്ങളുടെ മുമ്പിൽ എല്ലാം പറയേണ്ട നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് എന്നുള്ള നിലയ്ക്ക് വലിയ ഉത്തരം കിട്ടേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ എനിക്കൊരു സംശയമില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് വളരെ നേരത്തെ 3-4 മാസം മുമ്പ് പദ്ധതി അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ PC വിഷ്ണുനാഥ് വന്നു. വിഷ്ണുനാഥ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇതിൻ്റെ കണക്കുകളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ ഗൗരവമായ സംശയങ്ങൾ വരികയാണ്. നിങ്ങളുടെ പ്ലാൻ ഡോക്യുമെൻറ്റ് പ്ലാൻ ഫിനാൻസിങ് -3,319 കോടി രൂപ. അതേസമയത്ത് ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ നമ്മുടെ ബഡ്ജറ്റിൻ ബ്രീഫിൽ 997 കോടി രൂപ. ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാകാൻ പറ്റൂ?
ഒരേ കാര്യം തന്നെ രണ്ട് പുസ്തകത്തിലായി വന്നപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞതോ ഈ പഞ്ചവത്സര പദ്ധതിയുടെ റിപ്പോർട്ടെന്നാണല്ലോ ഡോക്ടർ ഐസക്, അതല്ലേ ആദ്യത്തെ? അതിൽ പറഞ്ഞിരിക്കുന്ന 3319 കോടിയാണ് കുറവ്, ബാലൻസ് ഫ്രം കറണ്ട് റവന്യൂ. അത്രയും രൂപയാണ് നിങ്ങൾ ഈ അടുത്തുടനെ പണം കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക, എവിടുന്നെങ്കിലും പണം ഉണ്ടാക്കിയാൽ. അത് പക്ഷേ ബഡ്ജറ്റിൽ പറഞ്ഞപ്പോൾ 997 മാത്രമേ കുറവുള്ളൂ എന്ന് പറയുന്നത് തെറ്റിപ്പോയതാണോ എന്താണെന്നാണ് ഡോക്ടർ ഐസക് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം. അല്ല, അത് കണക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഫിനാൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ടവരത് പരിശോധിച്ച് അതിന് മറുപടി പരിശോധിക്കേണ്ട ഒരു വിഷയം ഞാൻ ഉന്നയിച്ചിരിക്കാം. യെസ്, അതാണ് ഈ ചർച്ചയുടെ പ്രത്യേകത. ശ്രീ PC വിഷ്ണുനാഥ് വന്നു കയറിയപ്പോൾ തന്നെ ഡോക്ടർ ഐസക് ആദ്യ ഡിബേറ്റിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു കാര്യം വിട്ടുകൊടുത്തതിന് വിഷ്ണുനാഥ് പറയുന്നത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ്. അത് അങ്ങനെ കിടക്കട്ടെ വിഷ്ണുനാഥ്, ആരോഗ്യകരമായൊരു ചർച്ചയാണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഡോക്ടർ ഐസക് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ സർക്കാർ, അത് തെളിയിക്കുന്ന ബഡ്ജറ്റായിരുന്നു, വലിയ കമ്മിയാണ്. C&AG റിപ്പോർട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 61% ചിലവ് മാത്രമാണ് കഴിഞ്ഞ വർഷത്തിലേത് എന്ന് പറയുന്നത്. ഇപ്പം നടപ്പ് വർഷത്തിൽ പോലും 28% ഇതുവരെ ആയിട്ടുള്ളൂ, പണം എടുത്തിട്ടുള്ളൂ. ഒന്നും ഇല്ല, എന്നിട്ടും പ്രഖ്യാപനങ്ങൾ ഇതാ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു പോക്കിൻ്റെ ഭാഗമായുള്ള സ്ട്രാറ്റജി. തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളത് മാത്രമാണ് എന്ന ഒരു ആക്ഷേപത്തിന് എന്തെങ്കിലും വസ്തുതാപരമായ പിൻബലം കിട്ടണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും കാര്യം തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കി പറഞ്ഞതാണോ? ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ എന്തായാലും പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം ഉറപ്പായല്ലോ. BPL കുടുംബങ്ങൾക്ക് പൈസ കൊടുത്താൽ ഭക്ഷ്യധാന്യം റേഷൻ കടയിൽ സൗജന്യമായി. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന് പറയാൻ കഴിയില്ല, കാരണം 1 രൂപ അരി കൊടുത്തുകൊണ്ടിരിക്കുക. 1 രൂപയുടെ അരിയുടെ സ്കീം നടപ്പിലാക്കിയത് ഈ ഗവൺമെൻറ് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ LDF ഗവൺമെൻറ്റിന് 2 രൂപയുടെ അരി പ്രഖ്യാപിച്ചെങ്കിലും അവസാന കാലഘട്ടത്തിൽ കുറച്ച് സമയം ഒഴികെ അത് ഫലപ്രദമായി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ആ രൂപത്തിൽ കാണാം. ഇത് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതി അത് സൗജന്യമാക്കുക. അപ്പോൾ ഞാൻ പൂർത്തിയാക്കാം. അപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ടി മാത്രമാണെങ്കിൽ ഇതിങ്ങനെയാക്കാം. ഇപ്പോൾ കനിവ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇത് തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്. കനിവിന് മുമ്പ് കാരുണ്യ 1000 കോടി കൊടുത്തു കഴിഞ്ഞു. ഈ ചർച്ച, കൈരളിയുടെ ചർച്ച കേൾക്കുന്ന എത്രയോ സാധാരണക്കാർ കാരുണ്യയുടെ ആനുകൂല്യത്തിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നല്ല ഹൃദയ ആരോഗ്യത്തോടു കൂടിയിരുന്ന് ഈ ചർച്ച കേൾക്കുന്നുണ്ടാകും. അപ്പോൾ കനിവ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കാരുണ്യ ഇവിടെ ഉണ്ടായിരുന്നതാണ്. യെസ്, ഈ ഒന്നാം ഘട്ടത്തിൽ വിഷ്ണു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊന്നും നമുക്ക് എതിർക്കാൻ പറ്റില്ലായിരിക്കാം. കാരുണ്യയുടെ കാര്യം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 1 രൂപയ്ക്ക് റേഷനരി കൊടുത്തത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടാനുണ്ടാകുമ്പോൾ തന്നെ പ്രഖ്യാപനങ്ങൾ പലതും അവിടെ കിടക്കുന്നു. എന്നാൽ പ്രഖ്യാപനങ്ങൾ കുറയുന്നില്ല. കാരണം പഴയ ചരിത്രം ഇതാണ്. നിങ്ങൾ ഈ പറഞ്ഞ 28% പണം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കാം ഈ റേഷനരി കൊടുത്തിട്ടുണ്ടാകുക, കാരുണ്യം നടപ്പിലാക്കിയിട്ടുണ്ടാകുക. ബാക്കി 62% നിങ്ങൾ ചിലവാക്കാതെ പോകുന്നത് ഈ പ്രശ്നമുള്ളത് കൊണ്ടല്ലേ, സാമ്പത്തിക പ്രതിസന്ധി അല്ലേ എന്നാണ് ചോദ്യം. അല്ല, നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും സമീപനങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഗവൺമെൻറ്റിനെ തടഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഈ ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മെട്രോ പദ്ധതി ഇത്രയും വേഗത്തിൽ, ഡൽഹി മെട്രോ പോലും ഇത്രയും വേഗത്തിൽ പൂർത്തിയായിട്ടില്ല. ബാംഗ്ലൂർ മെട്രോ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള അനുഭവമാണ്, പൂർത്തിയായി. വിഴിഞ്ഞത്തിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കേരളത്തിലെമ്പാടും ഫ്ലൈ ഓവറുകൾ, ബൈപ്പാസുകൾ. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് ഡോക്ടറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. NHൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങോട്ട് വിഹിതം കൊടുത്തിട്ട് കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള 400 പാലങ്ങൾ, 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു. 400 ദിവസം മുമ്പ് 400 ദിവസം കൊണ്ട് ഞങ്ങൾ 100 പാലം സംസ്ഥാനത്ത് പൂർത്തിയാക്കും. 100 പാലവും പൂർത്തിയാക്കി. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിയത്, അതിൻ്റെ പേര് ആശ്വാസകിരണമെന്നാകട്ടെ, സുഹൃതമെന്നാകട്ടെ, താലോലമെന്നാകട്ടെ, ശ്രുതിതരംഗമെന്നാകട്ടെ, ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നതിന് ഈ സംസ്ഥാന ഗവൺമെന്റിന് പണം ഒരു തടസ്സമായിരുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് എന്തുകൊണ്ട് ആ വിവരം പുറത്ത് പറയുന്നില്ല വിശ്വനാഥ്? ഒറ്റ വാക്കിൽ നമുക്ക് ഐസക്കിലേക്കും പോകണം. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സാങ്കേതികത്വം മാത്രമാണിത്.
അതിനെല്ലാം പോകാതെ നേരിട്ട് അനുഭവിക്കുന്ന 22 കോളേജ് ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. 22 കോളേജുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനം മാത്രമാണ്, കോളേജൊന്നും വന്നില്ല എന്ന് ഇടതുപക്ഷ MLA-മാർക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ എൻ്റെ റൂമിൽ ഒരുപാട് പേരുടെ നോട്ടീസ് കിടക്കുന്നു. പിന്നെ കൊടുവള്ളി MLA-യുടെ നോട്ടീസ്, കോളേജ് ഉദ്ഘാടനം, KT ജലീലിൻ്റെ കോളേജ് ഉദ്ഘാടനം പ്രഖ്യാപിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച കോളേജ് ആ MLA-മാർ അഭിമാനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുക. അവർക്കൊന്നും കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഈ അവരുടെ മണ്ഡലത്തിലൊന്നും കോളേജ് തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ ഐസക്, അതായത് മെട്രോ, വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ പറയും ഈ പറഞ്ഞ കണക്കുകൾ ശരിയാകാതെ വരുമ്പോൾ. ഓരോന്നെടുക്കാം. കൊച്ചി മെട്രോ എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരായിരുന്നത്? ഇത് DMRC വഴി നടപ്പാക്കണം, അവർ വഴി പൊതുമേഖലയിൽ വേണമെന്ന് ഞങ്ങൾ ശടിച്ചിട്ട് UPA സമ്മതിച്ചില്ല. PPP പോണമെന്ന് പറഞ്ഞു. ജെയ്ക്കോ ബാങ്കിൽ നിന്ന് പണം തരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ സമ്മതിച്ചു, DMRC വന്നു. പണം സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്നല്ല, ജെയ്ക്കോന്ന് വരുന്നതാണ്. അവിടെ ഈ DMRCയെ തന്നെ മാറ്റാൻ 3 വട്ടം ശ്രമം നടന്നല്ലോ. ഇവിടെ നിന്ന് വലിയ എതിർപ്പ് വന്നിട്ടല്ലേ ഈ പറഞ്ഞ കേമത്തോടെ നടപ്പായത്. വിഴിഞ്ഞത്തിൻ്റെ ടെൻഡർ വിളിച്ചതാരാ? കഴിഞ്ഞ സർക്കാരിൻ്റെ പോലത്തെ ടെൻഡറല്ലേ ഇപ്പോൾ വന്നത്? ഇതിനൊക്കെ കണ്ടിന്യൂറ്റിയാണെന്ന്. ഇവരിപ്പോൾ കയറി വന്നിരുന്നപ്പോൾ അങ്ങോട്ടുണ്ടായ കണ്ണൂർ എയർപോർട്ട് മുഴുവൻ ഭൂമിയും എടുത്തു വെച്ചിരുന്ന സാധനമല്ലേ? അതിൻ്റെ നേരത്തെ ഉണ്ടായ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് മാത്രമല്ലേ റൺവേയുടെ നീളം കൂട്ടിയെന്ന് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ നേരത്തെയുള്ള മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമല്ലേ? ഈ വൻകിട പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഒന്ന് ബഡ്ജറ്റിന് പുറത്ത് സ്പെഷ്യൽ പേർപ്പസ് ഉണ്ടാക്കി, വെഹിക്കിൾ ഉണ്ടാക്കി വായ്പ എടുക്കുന്നതാണ്. ബഡ്ജറ്റുമായിട്ട് പണം നീക്കി വെക്കേണ്ട കാര്യമില്ലായിരുന്നു നേരിട്ട്. ഇത് തുടർച്ചയാണ് മുൻ സർക്കാരുകളുടെ കാലത്ത് തുടങ്ങി വെച്ചത്. ഇനിയിപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത് അടുത്ത സർക്കാരിൻ്റെ കാലത്ത്, ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തായിരിക്കും. അത് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനമാകാം, അല്ലെങ്കിൽ വിഴിഞ്ഞമാകാം, വേറെ എന്താകാം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേ സമയത്ത് ജനങ്ങൾ അനുഭവിച്ചില്ലെന്ന് പറയുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന വേറൊന്നുണ്ട്. ഈ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് പ്രസംഗത്തിൽ 1921 കോടി രൂപയുടെ പുതിയ സ്കീമുകൾ പ്രഖ്യാപിച്ചു. എല്ലാത്തിനും ഓരോ പേരുണ്ട്. അതിൽ നടപ്പായ ഒരു സ്കീമിൻ്റെ പേര് പറയാൻ പറ്റും. ഒന്ന് ഞാൻ കൺസീഡ് ചെയ്യുക, റബ്ബർ വില സ്ഥിരതാ ഫണ്ട് 300 കോടി രൂപ. ആ 300 കോടി രൂപ 92 കൊടുത്തിട്ടുണ്ട്. വേറൊറ്റ സ്കീം നടപ്പായില്ല. അവതർക്കിതമായ കാര്യമാണെന്ന്. വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പറയുന്ന പേരിലിട്ട് വിളിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നീക്കിവെച്ച പണത്തിൽ പാതിയേ ചിലവായിട്ടുള്ളൂ. ഇത് നമ്മളാരും അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ വർഷത്തെ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പെസിയാൻ പറയാം, 24,000 കോടി രൂപയുടെ പദ്ധതിക്കുള്ള പണമില്ല. ആ പണം ഉണ്ടാക്കിയിട്ടുള്ളത് 11% വെച്ച് കഴിഞ്ഞ 5 വർഷം ഉയർന്ന നികുതി അടുത്ത വർഷം 18% വെച്ച് വളരുമെന്നുള്ള അനുമാനത്തിലാണ്. ഇതുവരെയും വായിച്ച് ഞങ്ങളുടെ കെടുകാര്യസ്ഥയല്ല, അഴിമതിയല്ല, മറിച്ച് സാമ്പത്തിക മാന്ദ്യം മൂലമാണ് ഈ മുരടിപ്പ് എന്നുള്ളതാണ്. എന്നാൽ പിന്നെ അടുത്ത വർഷം തന്നെ ആയിരിക്കില്ലേ 18%. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റ് കുറയുമെന്ന് എക്കണോമിക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് 1000 കോടി കുറവേ കിട്ടുള്ളൂ. കാരണം അത് കൃത്യമായി നിർവചിച്ചിട്ടുള്ളതാണ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. എന്നാൽ ഇവിടെ 24% കൂടുതൽ കിട്ടുമെന്നാണ് വരുമാനം. ഇങ്ങനെ ഇല്ലാത്ത പണം അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരവായിട്ട് വെച്ചിട്ടാണ് ഈ വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള പണം ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു. ശ്രീ വിഷ്ണുനാഥ്, അത് വരാൻ പോകുന്ന വർഷത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന ബഡ്ജറ്റിന് കിട്ടിയ 2 മണിക്കൂർ 54 മിനിറ്റ് മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തി എന്ന് വിമർശിച്ചാലും അതിൽ സത്യം കുറേയൊക്കെ ഉണ്ടാകാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ചില ഉത്തരങ്ങൾ വേണമല്ലോ. ഇപ്പോൾ ഡോക്ടർ ഐസക് തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രഖ്യാപിച്ച നിങ്ങളുടെ കാലത്ത് അതാത് ബഡ്ജറ്റിൽ നീക്കി വെച്ച കാര്യങ്ങളല്ല ഇപ്പോൾ വിഷ്ണുനാഥ് അവകാശവാദം ഉന്നയിച്ച പലതും. അതെല്ലാം നേരത്തെയുള്ള കാര്യങ്ങൾ, മറ്റു പല ഭാഗത്തു നിന്നും വന്ന പണം ചിലവാക്കി കാര്യങ്ങൾ നടന്നു. എന്നാൽ അവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ, പ്ലാനിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ട കാര്യങ്ങളിൽ, പദ്ധതിക്ക് നീക്കിവെച്ച കാര്യങ്ങളിലൊക്കെ നടന്നത് 28% മാത്രം. ഇതാ ഫെബ്രുവരി അവസാനമാകുമ്പോൾ എന്താണ് വിഷ്ണു ഈ ബഡ്ജറ്റിന് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഈ രാഷ്ട്രീയമായ ആക്ഷേപം ആരോപണത്തിൻ്റെ രൂപത്തിൽ ഇത് വരികയാണ്. കാരണം ഈ ബഡ്ജറ്റിൽ ഒന്നുമില്ല. ഈ ബഡ്ജറ്റ് ഞങ്ങളാരും അങ്ങനെ ഒരു സമീപനം, ഡോക്ടർ തോമസ് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിച്ച അവസരത്തിലും ചർച്ചകളിൽ പോയി
പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്ത് മാന്ദ്യവിരുദ്ധ പാക്കേജ് കൊണ്ടുവന്നു, മലബാർ പാക്കേജ് കൊണ്ടുവന്നു, കെയ്നീഷ്യൻ തിയറി പറഞ്ഞു, ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂട്ടണമെന്ന് പറഞ്ഞു, മാന്ദ്യത്തെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞു. ഞാനൊക്കെ അന്നും ചാനലിൽ പോയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഒരു ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിക്കുന്നു, ഒന്ന് ആ ബജറ്റിനോട് നിസ്സഹരിക്കുക എന്നുള്ള 2 തവണയായിട്ടുള്ള രാഷ്ട്രീയപരമായ ഒരു സമീപനം. ആ സമീപനം ആദ്യത്തെ കാലത്തെ സമീപനം തെറ്റായിരുന്നു എന്ന് പിന്നെ വന്നൊരു തെരഞ്ഞെടുപ്പിൽ ബോധ്യമായി. പിന്നീട് വേറെ നല്ല രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് പഞ്ചായത്തിൽ 10 വോട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയി. ഞങ്ങൾ ആശ്വസിക്കുകയാണ്, അതിലേക്ക് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവിടേക്ക് പോകുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ഈ പറഞ്ഞത് 2 പ്രൂവൺ ഫാക്ട്സ് ആണല്ലോ ഇതെല്ലാം. ഒരുപാട് കാലത്തെ ചരിത്രമൊന്നും തെരഞ്ഞു വിഷ്ണു വികാരഭരിതനാകുന്നത് ഈ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ കണക്കുകൾക്കുള്ള മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ, അതിൽ വേദനിച്ചു? അയ്യോ, ഇതിനെയാണോ വികാരം എന്ന് പറഞ്ഞ്? സന്തോഷം എന്ന വികാരമാണെങ്കിൽ അതൊരു വികാരം തന്നെയാണ്. സന്തോഷം നല്ല വികാരമാണ്. ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങളാരും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഒരു ബഡ്ജറ്റ് ഡിസ്കഷനിൽ എടുത്തിട്ടില്ല. ഈ ബഡ്ജറ്റേ അല്ല, ഇത് മുഴുവൻ തെറ്റാണ്, ഇത് കള്ളമാണ്, അവാസ്തവമാണ്, നടക്കാൻ പോണില്ല. ഇതൊരു ശരിയായ ഒരു പൊളിറ്റിക്സ്. പക്ഷേ ഡോക്ടർ ഐസക്കിന് ഒരു സ്കോർ കിട്ടുന്നത് തുടക്കത്തിൽ അദ്ദേഹം ഈ പുസ്തകങ്ങളിൽ നിരത്തിയ കണക്കുകളിൽ പിശകുകളുണ്ടെന്ന് അത് പറഞ്ഞു. ശരി, അതിൽ നമ്മൾ തുറന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിച്ച് മറുപടി പറയണമെന്നുള്ളത്. എനിക്ക് വിഷ്ണുവിനോട് പറയാനുള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞങ്ങൾ കളയില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് പൂർവാധികം ഭംഗിയായിട്ട് നടപ്പാക്കും. എൻ്റെ ആക്ഷേപം എന്തെന്നറിയാം വിഷ്ണു, ഈ പറയുന്ന നല്ല കാര്യങ്ങൾക്കുള്ള പണം ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ്. ഈ വർഷത്തെ ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ് പ്രകാരം നിങ്ങൾക്ക് ഈ വർഷം 4660 കോടി രൂപ അധികമായിട്ട് ഗ്രാൻഡായി തന്നത് ഈ വർഷം കൊണ്ട് കമ്മി 0 എന്ന് അവരുടെ വ്യവസ്ഥയിലാണ്. എന്നിട്ട് ഇപ്പോൾ കമ്മി എത്രയാണ്? ഏതാണ്ട് 10,000 കോടി രൂപയാണ് കമ്മി. ഞാൻ നേരത്തെ പറഞ്ഞ വരുമാന ഇടിവ് കൂടി കണക്കിലെടുത്താൽ അതൊരു 1500 കോടി രൂപയുടെ കുറവുണ്ട്. 11,500 ഈ വരുമാന ഇപ്പൊ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടിയുടെ 1500. ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ കമ്മി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാം? പണം അച്ചടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലല്ലോ. വിഷ്ണു, അതായത് ഡോക്ടർ ഐസക് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതുതന്നെയാണ്. ഈ നികുതി പിരിവ് നിങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് തകിടം മറിയുമെന്നുള്ളതാണ്. ഇല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഓരോ ബഡ്ജറ്റിലും ഈ പ്രോഗ്രാമുകളെല്ലാം പറഞ്ഞ സമയത്ത് ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾ കാണുന്നതല്ലേ, നമ്മുടെ ബൈപ്പാസുകളാണെങ്കിലും ഫ്ലൈ ഓവറുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണെങ്കിലും ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു വരാം. പിന്നെ ജയിക്കേന്ന് ഞങ്ങൾ നിങ്ങളുടെ കാലത്ത് മെട്രോ നടക്കാത്തതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞ് കേന്ദ്രത്തിൽ അവരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്നവരെ അങ്ങ് അംഗീകരിച്ചാൽ മതി. കോളേജിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. ഈ കോളേജിന്റെ കാര്യം എടുക്കാം. ശരിയാ, കോളേജ് പ്രഖ്യാപിച്ചു. പക്ഷെ എന്താ സ്ഥിതി? നിങ്ങൾ വിഷ്ണു, നമുക്ക് ഒരുമിച്ച് പോവാം ഈ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ കാര്യവട്ടത്ത്. 40 ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതിൽ 7 എണ്ണത്തിൽ ഏകാധ്യാപക ഡിപ്പാർട്ട്മെൻറ്റാണ്. 30 എണ്ണത്തിൽ 6 താഴെയുള്ളൂ. മിനിമം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുള്ള സ്റ്റാഫിനേക്കാൾ കുറവാണ് 30 എണ്ണത്തിൽ. അപ്പം നമ്മളിങ്ങനെ രാമേശ്വരം ക്ഷൗരം പോലെ ഓരോന്ന് സ്ഥാപിക്കുക. പണമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ആവശ്യമായ സൗകര്യങ്ങളോ പഠിപ്പിക്കാൻ അധ്യാപകരോ ഒന്നും കൊടുക്കാതിരിക്കുക. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നിങ്ങൾ 10 കോളേജ് വെച്ചിട്ട് വെക്ക്, പക്ഷെ 10 കോളേജിനുള്ള പണം വേണം. പണം ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാര്യവട്ടം സെൻറ്റർ പോലെ കിടക്കും. അങ്ങനെ പോയാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എവിടെ ചെല്ലും? അല്ല ഡോക്ടറെ, ഈ കഴിഞ്ഞ ക്യാബിനറ്റും അതിന് തൊട്ട് മുമ്പത്തെ ക്യാബിനറ്റിലും ഒക്കെ തീരുമാനം എടുത്ത ഡോക്ടറും വായിച്ചിട്ടുണ്ടാവും. പുതുതായി അനുവദിച്ച കോളേജുകളിലെല്ലാം അവിടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. തസ്തിക അനുവദിച്ചാൽ ഇവിടെ അധ്യാപകരെ നിയമിക്കുന്നതിന് ഒരു പ്രയാസമില്ല. റാങ്ക് ലിസ്റ്റിൽ കുട്ടികൾ ക്യൂ നിൽക്കുകയാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഇതാവും. കാരണം എന്താ പറയുമോ, ഇവിടെ ഇടതുപക്ഷം വല്ലാണ്ട് പ്രസംഗിക്കും. പരിയാരത്ത് സഹകരണ മേഖലയിൽ കോളേജ് സഖാവ് എം വി രാഘവൻ കൊണ്ടുവന്ന സമയത്ത് ഇന്ന് ആ കോളേജ് നമ്മൾ ഏറ്റെടുത്തു ഗവൺമെൻറ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, ആ ജില്ലയുടെ ആവശ്യമൊക്കെ മാനിച്ചുകൊണ്ട് ആ കോളേജിനെ അന്ന് സമരം ചെയ്തു. വിദ്യാഭ്യാസത്തിന് സഹകരണ മേഖലയിലാണെങ്കിൽ പോലും സ്വാശ്രയ കോളേജുകൾ
വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണമാണെന്നും അത് ആഗോളവൽക്കരണത്തിൻ്റെ അജണ്ടയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് സമരങ്ങളുണ്ടായി. കൂത്തുപറമ്പ് വെടിവയ്പ്പുണ്ടായി, രക്തസാക്ഷികളുണ്ടായി. MV രാഘവൻ കൊലയാളി രാഘവനായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇരുന്ന്. ആ കോളേജ് കഴിഞ്ഞ് ആ ഇലക്ഷൻ കഴിഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ് വന്നു. എന്താ ബദൽ? സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഇടതുപക്ഷ ബദൽ എന്താ? സർക്കാർ മേഖലയിൽ കോളേജ് ആരംഭിക്കണം. ഡോക്ടർ അമ്പലപ്പുഴയിൽ ഒരു കോളേജ് കൊടുത്തു. വേറെ എവിടെയുണ്ട് കോളേജ്? പുഷ്പഗിരിക്കും കോലഞ്ചേരിക്കും എതിരെ നമ്മൾ സമരം ചെയ്യുമ്പോൾ ബദൽ എന്താ? സർക്കാർ മേഖലയിൽ ഏതെങ്കിലും പുതിയ മെഡിക്കൽ കോളേജ്? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബദലില്ലാതെ നമ്മളിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് ആ മേഖലയിലേക്ക് കടന്നു വരികയും മെറിറ്റിൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അവസരം കൊടുക്കുന്നു. 75 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത സാധാരണക്കാരനും ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അർഹത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ആ ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. വിഷ്ണു, ഇതിനകത്ത് ഡോക്ടർ ഐസക്കും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഇടയിൽ വിജയിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും കോളേജ് എന്നുള്ള 140 മണ്ഡലങ്ങളിലും സ്കൂൾ തുടങ്ങുന്നത് പോലെ കോളേജ് തുടങ്ങുക എന്നുള്ളതാണോ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്വമായി നിങ്ങൾ കാണുക? അതിനുള്ള പണം ഡോക്ടർ ഐസക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ 5 അധ്യാപകരെ നിയമിച്ചതുകൊണ്ടോ അതിനുള്ള തസ്തിക അനുവദിച്ചതുകൊണ്ടോ ഒരു കോളേജ് ആകുമോ? അവിടെ വേണ്ട മറ്റു സൗകര്യങ്ങളൊക്കെ അനുവദിക്കണ്ടേ? ഇതെല്ലാം പൂർത്തീകരിച്ചാണോ നിങ്ങളുടെ ഈ കോളേജുകളുടെ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നത്? അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ 2 ക്യാബിനറ്റ് ഞാൻ പറഞ്ഞു ഇത്തരം കോളേജുകളിലേക്കുള്ള തസ്തികകൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതിനകത്തൊക്കെ ഇടതുപക്ഷത്തിൻ്റെ MLA മാരും ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA മാരും എല്ലാം വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. താല്പര്യം കാണിച്ച് അവരവരുടെ മണ്ഡലങ്ങളിലെ കോളേജുകളിൽ അധ്യാപകരെ നിയമിക്കാനും തസ്തിക ഉണ്ടാക്കാനും ലാബ് ഉണ്ടാക്കാനും ഒക്കെ പരിശ്രമിക്കുന്നു. ഗവൺമെൻറ് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം തികഞ്ഞു എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നത് വസ്തുതകളോട് നീതി പുലർത്താത്ത നമ്മുടെ സംവിധാനത്തിൻ്റെ പോരായ്മകളുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ എടുത്താലും പണം അനുവദിച്ചാലും പൂർണ്ണമായ രൂപത്തിൽ അതിൻ്റെ വിനിയോഗം വരാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ കാലത്ത് തന്നെ റവന്യൂ വരുമാനം 38,546 കോടി, റവന്യൂ ചെലവ് 44,566 കോടി, അന്നത്തെ റവന്യൂ കമ്മി 6,019 കോടി. 2011 ബഡ്ജറ്റിൽ ഡോക്ടർ വെച്ച സ്റ്റേറ്റ്മെൻറ്റാണ്. ആ 6,019 കോടി കമ്മിയാണ്. 44,566 കോടി റവന്യൂ ചെലവാണ്. അതുകൊണ്ട് ഒരു പ്രഖ്യാപനവും വേണ്ട. പക്ഷെ അന്ന് പറഞ്ഞതുപോലെ പദ്ധതികൾക്ക് ചിലവ് കുറയുകയോ അല്ലെങ്കിൽ ചിലവാക്കാതിരിക്കുകയോ ഈ പറഞ്ഞ പോലെ 28% ഫെബ്രുവരി ആയപ്പോഴും അത്രമാത്രം ചിലവ് ആക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഞങ്ങളൊക്കെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് അന്നും ഉണ്ടായിരുന്നു. അവസാനം മാർച്ച് മാസത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് കുറെ കണക്കൊക്കെ ഒപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇതാക്കുന്ന ഏർപ്പാടൊക്കെ അന്നും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പറയുന്ന തസ്തിക സൃഷ്ടിച്ചോളൂ, ഇതെല്ലാം ചെയ്തോളൂ, ഇനിയും കോളേജ് കൊടുത്തോളൂ. പക്ഷെ 0 റവന്യൂ കമ്മി ആവേണ്ട വർഷത്തിൽ 14,000 കോടി രൂപ റവന്യൂ കമ്മിയായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? റവന്യൂ കമ്മി ഇല്ലാതാക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4,660 രൂപ ആകാശത്ത് നിന്ന് മഞ്ഞ വീഴുന്ന പോലെ ഇവർക്ക് കിട്ടിയത്. അത് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ പെൻഷൻ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അടുത്ത വർഷം 3,660 കോടി രൂപ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോണത്. കാരണം നിങ്ങളുടെ റവന്യൂ കമ്മി ഇല്ലാതാക്കിയെന്ന് പോട്ടെ, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 6,000 കോടി രൂപ 2010-11 6-7 ഉണ്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ കമ്മി കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ട്രെൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ 2 വർഷം കൂടി കഴിഞ്ഞാൽ കമ്മി ഇല്ലാതാവും എന്നുള്ള നിഗമനത്തിനാണ് എല്ലാവരും എത്തിയിരുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതല്ല. AK ആൻ്റണിയുടെ കാലം മുതൽ ഇത്തരത്തിൽ കമ്മി കുറഞ്ഞു വരുന്ന പ്രവണത, ഒരു സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് പോകുന്ന നീക്കമാണ് കേരളത്തിലുണ്ടായത്. ഇവിടെ ഈ UDF സർക്കാരിൻ്റെ പ്രശ്നം എന്ന് പറയുക, അവർ വന്നതിന് ശേഷം ഈ സുസ്ഥിരത പരിപൂർണ്ണമായി നഷ്ടപ്പെട്ടു. AK ആൻ്റണിയുടെ ഭരണത്തിന് കീഴിൽ പോലും ആ സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടി ചെലവ് ചുരുക്കിയതിനോട് ഞങ്ങൾ എതിർപ്പുണ്ട്. പക്ഷേ എങ്കിലിപ്പോഴും സുസ്ഥിരതയ്ക്ക് വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരാണെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചിട്ട് 20% വെച്ച് വരുമാനം കൂടി, 18% വെച്ച് നികുതി വരുമാനം കൂടിയോ? ഇപ്പോൾ 11% നികുതി വരുമാനമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ നമ്മുടെ ബഡ്ജറ്റിൽ കൂടിക്കൂടി ഇപ്പോൾ 14,000 കോടി എത്തി. ഈ ബഡ്ജറ്റ്, ഈ പ്ലാൻ ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്ന പോലെ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിനെ പോലെ പാതി പദ്ധതി നടപ്പാക്കാനുള്ള പണമേ ഉള്ളൂ.
ശ്രീ വിശ്വനാഥ്, അതായത് ദേശീയ ശരാശരിയേക്കാൾ കുറവ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. 7 താഴേക്ക് വന്നിരിക്കുന്നു, 7 മുകളിലാണ് ദേശീയ ശരാശരി എന്നുള്ളത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ ഐസക്കിൻ്റെ പാർട്ടി നമുക്ക് മാറ്റി വയ്ക്കാം, അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണല്ലോ. ആ അർത്ഥത്തിൽ ഇതിനകത്ത് നിന്ന് ചില കാര്യങ്ങളൊക്കെ എവിടെയാണ് പിഴവുകൾ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എല്ലായിടത്തും പദ്ധതികൾ തുടങ്ങണമെന്നും വലിയ പദ്ധതികൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള പണം ഇല്ലാത്തത്, എന്നാൽ അത് പുറത്തറിയിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും പോവുക, ആളുകളുടെ ആവശ്യം ഉയരുമ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, ഇതാണോ പറ്റിയത്? അല്ലല്ലോ. ഇതിപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ച് പദ്ധതികളെല്ലാം, പ്രഖ്യാപിതമായ പദ്ധതികളെല്ലാം ഏതാണ്ടൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമല്ലേ ഈ ഫൈനൽ ബജറ്റിലേക്ക് വരുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഏത് പദ്ധതിയാണ് നടക്കാതെ പോയത്? ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അപൂർവമായ ചില സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ മാത്രമല്ല, നമ്മൾക്ക് മാത്രമായി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ ഉണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിച്ചാൽ പോയത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇതിപ്പോൾ ലാസ്റ്റ് ബജറ്റാണ്. ഈ ബജറ്റിന് മുമ്പ് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കാലം ഇല്ലാത്ത തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇപ്പം നമുക്ക് നീക്കിയിരിപ്പ് തന്നെ നോക്കിയാൽ മതി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഹെൽത്തിൽ മാറ്റിവെച്ചത് എത്ര തുകയായിരുന്നു, നമ്മൾ മാറ്റിവെച്ചത് എത്ര ചിലവായി നമുക്ക് പരിശോധിക്കാമല്ലോ. ഞാനിപ്പോൾ കണക്കെടുക്കാത്തതുകൊണ്ടാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എത്ര മാറ്റിവെച്ചു, എത്ര ഇതാണ്. ഇപ്പം ഡോക്ടറിനെ എനിക്കൊരു ഓർമ്മ കണക്കാണെങ്കിൽ 256 കോടിയാണ് ലാസ്റ്റിൽ മാറ്റിവെച്ചത്. അതിനകത്തുനിന്ന് പിന്നെ NRHM-ൻ്റെ വിഹിതവും കൂടെ ചേർത്തിട്ടുണ്ട്. 256 പ്ലസ് NRHM-ൻ്റെ വിഹിതമാണ്. ഇവിടെ അതിനേക്കാളൊക്കെ 500 കോടിക്ക് മുകളിൽ സ്റ്റേറ്റിൻ്റെ വിഹിതം തന്നെ വന്നു. ഇപ്പോൾ NRHM ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മാറിയതിന് ശേഷം വല്ലാതെ കുറഞ്ഞു പോയി, അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഹെൽത്ത് സെക്ടറിലൊക്കെ നമ്മൾ ഒരു സെക്ടർ വൈസ് അലോക്കേഷൻ ഓരോന്നായിട്ട് എടുത്തു നോക്കിയാലും നമുക്ക് കൂട്ടിയിട്ടുമുണ്ട്, അതിൻ്റെ പദ്ധതികൾ നടന്നിട്ടുമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ഡോക്ടർ വറീഡ് ആകണ്ട, ഞങ്ങൾ അടുത്ത ഗവൺമെന്റ് നന്നായി ചെയ്തോളാം, ഡോക്ടർക്ക് അതിലൊരു ടെൻഷൻ തരത്തില്ല, ഞങ്ങൾ ആ ടെൻഷൻ ഭാരം ഏൽപ്പിക്കത്തില്ല. ഇപ്പോഴും വിഷ്ണുനാഥിന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയില്ല. വിഷ്ണു, നിങ്ങൾ വലിയ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്, പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പലതും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എത്ര മണിയായിക്കോട്ടെ, പക്ഷെ ചിലവാക്കുമെന്ന് പറഞ്ഞ പണത്തിൻ്റെ 60% കഴിഞ്ഞ വർഷം ചിലവാക്കിയുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ CNDG നിങ്ങൾക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് എടുത്ത് വായിക്കുക, അതിൻ്റെ 4ാമത്തെ പേജ് വായിച്ചാൽ കിട്ടും. ഇനി ഈ വർഷം 28% ട്രഷറിയിൽ നിന്ന് 1.5 മാസമുള്ള ധനകാര്യ വർഷം അവസാനിക്കാൻ. ഈ ബഡ്ജറ്റിൻ്റെ സാങ്ക്ടിറ്റി എന്താ? നിങ്ങൾക്ക് ഈ ലളിതമായ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മറുപടി എന്താ പറഞ്ഞേ പറ്റൂ? എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൻ്റെ പദ്ധതി വിഹിതം ഇത്ര കുറച്ച്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കുറച്ച് ചെലവാക്കിയ കാലമില്ല? കണക്കിൽ എവിടെയോ പ്രശ്നമുണ്ട്, അത് കൈകാര്യം പ്രശ്നമല്ല, ഇത് കണക്ക് കൃത്യം. ഇവർ ചെലവാക്കിയിട്ടില്ലാത്തതിന് വേറെ കാരണമൊന്നുമില്ല, പണമില്ലാത്തതുകൊണ്ട് ചെലവാക്കിയില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഈ വിഷ്ണുനാഥിൻ്റെ വാചകമെല്ലാം ഗംഭീരം, കേട്ട് കഴിഞ്ഞാൽ ഇമ്പമുണ്ട്, ഇതെല്ലാം ശരി തന്നെ. 250 പേരെ 500 വെച്ച് കാണും, പക്ഷെ ചെലവാക്കിയത് പാതിയാണ്. അതായത് 100 രൂപ ചെലവാക്കുമെന്ന് പറയുക, 28 മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. ബാക്കി ചിലവാക്കാത്തതിന് നമുക്കൊരു ഉത്തരം പറയണമല്ലോ. അതിന് ഡോക്ടർ ഐസക് പറയുന്നു പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്ന്, നിങ്ങൾ കാരണം പറയുന്നുമില്ല. എന്താ പ്രശ്നം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പദ്ധതിയും മുടങ്ങിയിട്ടില്ല. അതിന് കേരളത്തിൽ ഇറങ്ങി നടന്നാൽ ആർക്കും ബോധ്യമാകും. അതെല്ലാം തൊട്ട് കാണിക്കാവുന്ന വികസന പരിപാടികളും ജനങ്ങൾ അനുഭവിക്കുന്ന സാമൂഹിക പദ്ധതികളും. ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ ഈ 28 എന്നുള്ളത് 100 നിങ്ങൾ ചെലവാക്കിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നേട്ടം സംസ്ഥാനത്തിന് ഉണ്ടാകുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന നേട്ടത്തെക്കാൾ അഭിമാനിക്കാമായിരുന്നു നിങ്ങൾക്ക്. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇപ്പോൾ ഇനിയും സമയമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു അവസരമാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓരോ സെക്ടറിലും ഞാൻ അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉപകാരപ്രദമായേനെ. ഡോക്ടർ പറഞ്ഞു ഞാൻ 500 കോടി വെച്ചു, പക്ഷേ ഓരോ സെക്ടറിലും അതിനകത്ത് ചിലവഴിച്ച തുകയുടെയും കണക്ക് പരിശോധിച്ചാൽ ഒരു സംശയം വേണ്ട, കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഷ്ണുനാഥ് ഇങ്ങനെ വാദിക്കരുത്. നമ്മൾ ഓരോ വർഷം കഴിയും തോറും നിശ്ചയമായിട്ടും ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കും. 5 വർഷം 6 വർഷം എത്തുമ്പോൾ ബഡ്ജറ്റ് തുക ഇരട്ടിയാവും. ഇത് ഇന്നലെയല്ല, എല്ലാ കാലത്തുമായിട്ട് തുടർന്ന് വരുന്ന ഒന്നാണ്. പക്ഷെ നീക്കി വെച്ചതിൽ ഈ പണം പാതി ചെലവഴിച്ചിട്ടുള്ളൂ, അതിന് പണമില്ലാത്തതാണ് കാരണം.
എല്ലാ പദ്ധതിയും നടപ്പാക്കി എന്ന് പറയുമ്പോൾ പാതി പണം ചെലവഴിച്ചിട്ട് എങ്ങനെയാണ് എല്ലാ പദ്ധതിയും നടപ്പാക്കാൻ പറ്റുക? ഞാനൊരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് പ്രസംഗത്തിൽ പുതുതായിട്ട് പ്രഖ്യാപിച്ച അംഗീകൃത പദ്ധതിക്ക് പുറത്ത് പ്രഖ്യാപിച്ച 1921 കോടി രൂപയുടെ അധിക പദ്ധതി സ്കീമുകളിൽ നടപ്പാക്കിയ ഒരെണ്ണത്തിൻ്റെ പേര് പറയാൻ പറ്റും? ഞാൻ ചെക്ക് ചെയ്തു, സപ്ലിമെൻ്ററി ബഡ്ജറ്റ് മുഴുവൻ പരതി പ്ലാനിലുണ്ടോ എന്ന് നോക്കി. ഒരു ദിവസത്തെ പണിയായിരുന്നു. ആകെ കണ്ടത് ഈ റബ്ബറിൻ്റെ 92 കോടി രൂപ പോയതല്ലാതെ 2000 കോടി രൂപ നമ്മുടെ ഫണ്ടിന് വകയിരുത്തി എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. 2000 കോടി രൂപ കൊടുക്കും ഏതെങ്കിലും കാലത്തല്ല, വകയിരുത്തിയിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ബോണ്ട് ഇറക്കാൻ വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് വേണ്ടി ഒരു പൈസ കൊടുത്തിട്ടില്ല. ഇതാണെന്ന് യാഥാർത്ഥ്യം. നിങ്ങൾ അപ്പം ഞാൻ എൻ്റെ വിമർശനം ഡോക്ടറെ, അത് നമുക്കൊക്കെ അറിയാം. ബജറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഞാൻ ഡോക്ടർ സാമ്പത്തിക വിദഗ്ധനാണ്. ഡോക്ടർ ഒരു കാര്യത്തിൽ ഒരു ബജറ്റിൽ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടി പ്രഖ്യാപിച്ചത് എന്താ? ഡാമിൽ നിന്നുള്ള ചെളിയും മണലും എല്ലാം കൂടെ എടുത്ത് ഇത്രയും കോടി രൂപ ഉണ്ടാകുമെന്ന് പറഞ്ഞു. വല്ലതും കിട്ടിയോ? എടുക്കാൻ പറ്റിയോ? പിന്നെ വേറെ ചില മാർഗങ്ങളിൽ കൂടെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കിട്ടിയോ? കിട്ടാൻ പറ്റിയില്ല. പിന്നെ ഡോക്ടർ ലാസ്റ്റാണ് പറഞ്ഞത് 50,000 കോടി രൂപ വേറെ രൂപത്തിലെല്ലാം കൂടെ സമാഹരിച്ച് 40,000 കോടി രൂപ. ഈ 2,910 കോടി രൂപ മാത്രം മൂലധന ചെലവ് കാണിക്കുകയും 6,019 കോടി രൂപ കമ്മിയായിട്ട് നിൽക്കുന്ന ബഡ്ജറ്റിൽ ആണ് ഡോക്ടർ പറഞ്ഞ് 40,000 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തിയിട്ട് പോയത്. അത്രയൊന്നും വലിയ കടുങ്കൈ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ശരി, പ്രഖ്യാപിച്ച എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ എന്നുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതിനേക്കാൾ 106% കൂടുതലാണ് പിരിച്ചെടുത്തത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് 1.9 ലക്ഷം കോടി രൂപ നികുതിയായിട്ട് പിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 5 വർഷം കൊണ്ട് പിരിച്ചത് 1.6 ലക്ഷം കോടി രൂപയാണ്. ആ 30,000 കോടി രൂപ ഉണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതി 40% എല്ലാ വർഷത്തെയും വർദ്ധിപ്പിക്കാതിരുന്നു. ഈ വ്യത്യാസമുണ്ട്. യെസ്, അത് വളരെ വലിയ വ്യത്യാസമാണ്. ശ്രീ പി സി വിഷ്ണുനാഥ്, നമുക്ക് ഈ ചർച്ച ഇപ്പോൾ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിലെ വലിപ്പം നിങ്ങൾക്ക് തുക ചെലവഴിക്കുന്നതിൽ പറ്റാത്തതിന് കാരണം പ്രഖ്യാപനങ്ങൾ കൂടിപ്പോകുന്നു, തുക അത്രയുമില്ല. ഡോക്ടർ ഐസക് തുകയ്ക്ക് ഉള്ളതിനേക്കാൾ കുറച്ചുള്ള പ്രഖ്യാപനങ്ങളെ നടത്തുന്നുള്ളൂ, ചിലപ്പോൾ ബാക്കി വരും കാര്യങ്ങൾ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അത് ഫീലിങ്ങിലുണ്ടാകും, ചർച്ചയിലെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ വിഷ്ണുനാഥ്, വിവാദങ്ങളെ മറികടക്കേണ്ട ഒരു സർക്കാർ കൂടിയാണ്. ആ ഉദ്ദേശം നടക്കുകയാണോ? അല്ല, ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് ഞങ്ങളുടെ ശത്രുക്കൾ പോലും ആക്ഷേപിക്കത്തില്ല. വികസന മുരടിപ്പിൻ്റെ പേരിൽ ഒരു അടിയന്തര പ്രമേയം പോലും ഉണ്ടാകാത്ത ഒരു നിയമസഭയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അത്തരം ഈ ഗവൺമെൻറ് വികസന പ്രവർത്തനം നടത്തിയില്ല എന്ന് ഇതുവരെ പ്രതിപക്ഷത്തിന് പോലും ആരോപണമില്ല, ആക്ഷേപവുമില്ല. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഞങ്ങൾ ഇനി പുതുതായിട്ട് പ്രഖ്യാപിച്ചത് ചില പോളിസി, ഇതൊരു പോളിസി ബജറ്റാണ്. കാരണം ഞങ്ങൾ ഭക്ഷ്യ പൂർണ്ണമായും പാവങ്ങൾക്ക് സൗജന്യമാക്കി, തൊഴിലുറപ്പിൽ രാജ്യത്തിന് മാതൃകയായി. നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഈ കണക്കിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ആസ്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പ 200 കോടി രൂപ കൊടുത്തുകൊണ്ട് വലിയൊരു സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ നടപ്പിലാക്കുകയാണ്. ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടാക്സിനെ പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇതുകൂടെ ചേർത്ത് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഡോക്ടർ പറഞ്ഞ പോലെ അക്കാദമിക്കായിട്ട് ഒരു ചർച്ച വരുന്നത് നല്ലതാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ, താരതമ്യം ചെയ്യട്ടെ, വിലയിരുത്തട്ടെ, തീരുമാനം എടുക്കട്ടെ. തീർച്ചയായിട്ടും ഡോക്ടർ ഐസക്, ആ ഉദ്ദേശമാണ് അവർക്കും ഉള്ളത്. അതായത് ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്തെ അവരുടെ ലക്ഷ്യം പ്രഖ്യാപനങ്ങൾ കൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അതിൽ അവർ ജയിക്കുമെന്ന് കരുതുന്നു. ഇല്ല, പക്ഷേ രാഷ്ട്രീയമായ നിലപാടാണ്. അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമാണ് ഈ ബഡ്ജറ്റ് ഇവരെ വീണ്ടും ഭരണത്തിൽ വരാൻ സഹായിക്കും എന്നുള്ളത്. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കേരളം കുത്തുപാളി എടുക്കും.
റവന്യൂ കമ്മി ഉണ്ടെന്ന് മാത്രമല്ല, റവന്യൂ കമ്മി ഉണ്ടായാലും ഇപ്പോൾ ഇത്രയും 14,000 കോടി രൂപ കമ്മിയായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഈ 40,000 കോടിയൊക്കെ തമാശ പറഞ്ഞല്ലോ, ഇപ്പോൾ 25,000 കോടി ഇവർ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് പറയണത്. എടുക്കാൻ പറ്റുമെന്ന് എൻ്റെ നിലപാട്. പക്ഷെ അതിന് വേണ്ടെന്ന് ഒന്നുണ്ട്, സർക്കാരിൻ്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് കാണിക്കണം. സർക്കാരാണല്ലോ കടമെടുക്കാൻ പോണ ആളുടെ ഉടമസ്ഥൻ, സർക്കാരിന് വിശ്വാസം. അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ, ഇവിടുത്തെ പ്രതിസന്ധി, ഇപ്രകാരം ഭാവനാപൂർണ്ണം പശ്ചാത്തല സൗകര്യങ്ങൾക്ക് പണമെടുക്കാനുള്ള സർക്കാരിൻ്റെ ശേഷിയെ പോലും ഇല്ലാതാക്കും. അതുകൊണ്ട് ഇത് വലിയ തിരിച്ചടി വികസനത്തിനുണ്ടാക്കും എന്നുള്ള കാര്യം ഞങ്ങളും പറയും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത് വിലയിരുത്താൻ വേണ്ടിയുള്ള അടുത്ത ചർച്ച നമ്മളിവിടെ ഇരിക്കുമ്പോൾ വിഷ്ണു, ധനകാര്യമന്ത്രി നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കുമോ അതോ ഡോക്ടർ ഐസക്കിന്റെ ഭാഗത്തു നിന്നായിരിക്കുമോ? ഞങ്ങൾ പറഞ്ഞു ഡോക്ടർക്ക് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഒരു ടെൻഷൻ അനുഭവിക്കാൻ അവസരം കൊടുക്കില്ല. ഡോക്ടർ ഐസക്കിന് ടെൻഷൻ ഉണ്ടോ? ഡോക്ടർ ഐസക്, ഇന്നത്തെ കേരളത്തിൽ ആരെങ്കിലും ഇവർ തുടരുമെന്ന് പറയും, ഇവരൊഴിച്ച് വേറെ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് സംശയമാണ്.